മഴയത്ത് നനവോടെ നിൽക്കുന്ന എൻ്റെ പച്ചക്കറി ചെടികളെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി ഈ വീഡിയോ ഞാൻ എടുത്തത് രാത്രിയിലാണേ. രാത്രിയിൽ ഈ ചെറിയ നനവോടുകൂടി അത് നല്ല തിളങ്ങി നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പൊ നിങ്ങളെ കൂടി കാണിക്കാന്ന് കരുതി. പാവലിന്റെ ഒരു ചുവട് മാത്രമേ എനിക്കുള്ളൂ. അതിൽ നിറയെ മൊട്ടും പൂവും ഇട്ടിട്ടുണ്ട്. ദാ ഇപ്പൊ കായ്ക്കാനും തുടങ്ങിയിട്ടുണ്ട്. ഈ ടെറസ് കൃഷിയിൽ എനിക്ക് കൂടുതൽ കായ്ഫലം തന്നത് എൻ്റെ പയറും മീറ്റർ പയറും അതുപോലെ തന്നെ ചീരയുമാണ്. പാവലിൽ എനിക്ക് ചെറിയൊരു പ്രതീക്ഷയുണ്ട്. കാര്യം നിറയെ പൂവിടുന്നുമുണ്ട്, നിറയെ കായായിട്ട് വരുന്നുമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തക്കാളി പിടിച്ചിട്ടുണ്ട്. 2-3 ചുവടാണ് ഞാൻ നട്ടിട്ടുള്ളത്. അതിൽ ഒന്നില് മൊട്ടിട്ടിട്ടുണ്ട്, പൂവിട്ടിട്ടില്ല കേട്ടോ. ഇത് കോൺ ചെടിയാണ്. കോണിൽ ഇതുപോലെ നമ്മളെ കതിര്, അതായത് നെൽക്കതിരില്ലേ, നെല്ലിന്റെ ഒരു പോലത്തെ ഒരു സംഭവം വരുന്നുണ്ട്. അതെന്താണെന്ന് എനിക്ക് അറിയാൻ വയ്യ. കോണിന് അരി എന്ന് പറയുന്നത് കോണിന്റെ അകത്ത് തന്നെ ഉള്ളതാണല്ലോ. ഈ ഒരു ചെടിയിൽ മാത്രമാണ് എനിക്ക് കോൺ പിടിച്ചിട്ടുള്ളത്. ഈ ഒരു ചെടിയിൽ ജസ്റ്റ് കോണിന്റെ ഒരു അല്ലി ഇങ്ങനെ പുറത്തോട്ട് വന്ന് നിപ്പുണ്ട്. അത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അതിന് കൂടുതൽ പിടിക്കാൻ പോകുന്നില്ല. ചിലപ്പോ കാലം തെറ്റി ഞാൻ നട്ടത് കൊണ്ടായിരിക്കാം. ഇതിന്റെയൊക്കെ സീസണിൽ നട്ടാലാണ് നമ്മൾ വിചാരിക്കുന്ന ഒരു ഫലം നമുക്ക് കിട്ടുന്നത്. പിന്നെ വീട്ടിൽ നടുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പ്രതീക്ഷിക്കുകയും വേണ്ട. ഇത് ബ്രിഞ്ചാളാണ്. ബ്രിഞ്ചാള് നിറയെ പൂവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിപ്പോ ആ പൂ കരിഞ്ഞിട്ട് അവിടെ കായ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണല്ലേ, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാമോ? ഇതിലാണ്, ഈ തക്കാളിയിലാണ് മൊട്ടിട്ടിട്ടുള്ളത്. കണ്ടപ്പോ നല്ല സന്തോഷമായി. ഈ തവണ നട്ട എല്ലാത്തിലും അത്യാവശ്യം നല്ല കായ്ഫലം ഉണ്ടായിട്ടുണ്ട്. ഇത് ക്യാരറ്റ് ആണ്. ക്യാരറ്റ് പിടിക്കോ ഇല്ലേ, എന്താ കോണും ആകെ ഒന്നിലേ പിടിച്ചിട്ടുള്ളു, വെറുതെ ആവോ ഇല്ലേ എന്ന് ഞാൻ ഈവനിങ്ങിൽ ജസ്റ്റ് ഒന്ന് തോണ്ടി നോക്കിയപ്പോൾ ദേ ക്യാരറ്റ് പിടിക്കുന്നുണ്ട്. കണ്ടപ്പോ നല്ല സന്തോഷമായി. അപ്പോൾ രാത്രി വീഡിയോ എടുത്തപ്പോൾ നിങ്ങളെ കൂടി കാണിക്കാന്ന് വിചാരിച്ചു. അതിൽ ആ 3 ചുവടുണ്ട്. ആ ഒരു ഗ്രോ ബാഗിൽ 3ലും ഉണ്ട് കേട്ടോ ക്യാരറ്റ്. ഇത് ചെറിയൊരു കറിവേപ്പിലയാണ്. തുളസി ഇത് ഞാൻ നട്ടതല്ല. നട്ട തുളസിക്ക് ഇടയ്ക്കിടയ്ക്ക് ചെറിയൊരു ശോഷിപ്പ് വരാറുണ്ട്. പക്ഷെ ഞാനായിട്ട് നടാത്ത തുളസി നല്ല രീതിയിൽ പിടിച്ച് വരുന്നുണ്ട്. ഇത് നമ്മളുടെ അടുക്ക് ജമന്തിയാണ്. ഇതെന്റെ ചെറിയൊരു താമരക്കുളം ടബിലാണ് ഞാൻ നട്ടിരിക്കുന്നത്. 6 മീനും ഉണ്ട് അതിൻ്റെ അകത്ത്. ഗപ്പിയാണുള്ളത് കേട്ടോ. താമര പിടിക്കുന്നുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.